അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിൽ മുൻ പ്രതിരോധ മന്ത്രി എ.കെ. ആന്റണി കുരുക്കിലേക്ക്. കേസ് അന്വേഷിക്കുന്ന സിബിഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആന്റണിയെ ചോദ്യം ചെയ്യും. പ്രതിരോധ മന്ത്രാലയം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ആന്റണിയുടെ പങ്ക് സംബന്ധിച്ച് തെളിവ് ശേഖരിച്ചു. മുൻ വ്യോമസേനാ തലവൻ എസ്.പി. ത്യാഗിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സിബിഐയും നോട്ടീസ് അയച്ചു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്ന അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിൽ മുൻ പ്രതിരോധ മന്ത്രി എ.കെ. ആന്റണിയുടെ ഇടപെടലിനെ സംബന്ധിച്ചാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. ഇടപാട് നടന്ന സമയത്തുള്ള മന്ത്രാലയത്തിന്റെ നിരവധി പേജുകളുള്ള 40 രേഖകളാണ് സംഘം പരിശോധിക്കുന്നത്. അന്വേഷണത്തിൽ സിബിഐയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സഹായിക്കാനാണ് പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറിന്റെ നിർദ്ദേശപ്രകാരം മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. 2012 അഴിമതി നടന്നുവെന്ന് കണ്ടെത്തിയിട്ടും ഉടൻ കരാർ റദ്ദാക്കാൻ അന്നത്തെ പ്രതിരോധ മന്ത്രാലയം തയ്യാറായില്ല. അഴിമതി വ്യക്തമായതിനു ശേഷവും 3 ഹെലികോപ്റ്ററുകൾ ഇവരിൽ നിന്നും വാങ്ങി. 2014 മാത്രമാണ് കരാർ റദ്ദാക്കിയത്. അഴിമതി നടന്നുവെന്ന് എ.കെ. ആന്റണി തന്നെ സ്ഥിരീകരിച്ചിട്ടും കേസ് സിബിഐയെ ഏൽപ്പിക്കുന്നതിൽ കാലതാമസം വരുത്തി. ഫിൻമെക്കാനിക്കയുടെ ചെയർമാനായ ഗസിപ്പോ ഒറേസി അറസ്റ്റിലായതിനു ശേഷം മാത്രമാണ് കേസ് സിബിഐക്ക് കൈമാറിയത്. വൻ സാമ്പത്തിക കുറ്റകൃത്യം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടും UPA സർക്കാർ വിഷയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചില്ല. ഇത്തരത്തിൽ അന്നത്തെ പ്രതിരോധ മന്ത്രി എ.കെ. ആന്റണിയും UPA സർക്കാരും സംശയാസ്പദമായ ഇടപെടൽ നടത്തിയതിനാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കുന്നത്. അന്വേഷണ സംഘം നൽകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ നീക്കിയതിനു ശേഷം ആന്റണിയെ സിബിഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചോദ്യം ചെയ്യും. തെളിവുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ എന്തിനാണ് വൈകുന്നതെന്ന് എ.കെ. ആന്റണി പ്രതികരിച്ചു. They are now next month they complete 2 years. Why delay? If evidence is with them, why delay? Take actions, strong actions against the bribe givers, bribe takers. Along that, now the company is convicted. Take action as the company also. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് മുൻ വ്യോമസേനാ തലവൻ എസ്.പി. ത്യാഗിക്ക് സിബിഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നോട്ടീസ് അയച്ചു. ഒരാഴ്ചക്കുള്ളിൽ സിബിഐ ആസ്ഥാനത്ത് ഹാജരാകാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോകായുക്തയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരെയുള്ളത് 96 കേസുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെയാണ് 96 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ പീപ്പിളിന് ലഭിച്ചു. എന്നാൽ കേസുകൾ ഏതൊക്കെ മന്ത്രിമാർക്കെതിരെ എന്നത് ലോകായുക്ത നൽകിയില്ല. 2011 മുതൽ 2016 വരെയുള്ള കാലയളവിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ മന്ത്രിമാർക്കെതിരെ 96 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ലോകായുക്ത നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പല പരാതികളും അന്വേഷണ ഘട്ടത്തിലോ വിചാരണ ഘട്ടത്തിലോ ആണ്. പാറ്റൂർ ഭൂമി ഇടപാടിൽ ലോകായുക്ത നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിക്കും മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമെതിരെ വിജിലൻസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല. തനിക്കെതിരെ 3 കേസുകൾ ഉള്ളതായി മന്ത്രി M.K. മുനീർ പത്രികാ സമർപ്പണ വേളയിൽ സത്യവാങ്മൂലത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരായ പരാതിയിൽ MLA KB ഗണേഷ് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം ഏതൊക്കെ മന്ത്രിമാർക്കെതിരെ എത്ര കേസുകൾ എന്ന ചോദ്യത്തിന് ലോകായുക്ത മറുപടി നൽകിയിട്ടുമില്ല. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെ കേസുകൾ ഇല്ലെന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഉപലോകായുക്ത വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെ പരാതി നിലനിൽക്കെ ഉപലോകായുക്തയുടെ നിലപാട് ആരെ സംരക്ഷിക്കാനാണ് എന്ന ചോദ്യമുയരുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. VS-നെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ആക്രമണത്തിനുള്ള ആഹ്വാനമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാകണമെന്നും കോടിയേരി പറഞ്ഞു. സംസ്ഥാനത്ത് BJP കോൺഗ്രസ് കൂട്ടുകെട്ടാണ് നടക്കുന്നതെന്നും കോടിയേരി കോഴിക്കോട്ട് പറഞ്ഞു. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വിമർശിക്കുന്നവർക്കെതിരെ ജനങ്ങൾ ഇടപെടുമെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവന മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത് അക്രമത്തിനുള്ള പരസ്യമായ ആഹ്വാനമാണ്. മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കന്മാർക്കുമെതിരെ ജനങ്ങൾ ഇടപെടണമെന്ന് ആഹ്വാനം ചെയ്യുന്നത് ഒരാക്രമണത്തിനുള്ള ആഹ്വാനമാണ്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വിമർശിക്കുന്നവരെ ആക്രമിക്കണമെന്നുള്ള ആഹ്വാനമാണ് ഇന്നലെ മുഖ്യമന്ത്രി പരസ്യമായി പുറപ്പെടുവിച്ചിട്ടുള്ള ഈ നിലപാട്. സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും BJP UDF കൂട്ടുകെട്ടുണ്ട്. കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു. പലയിടത്തും കോൺഗ്രസും RSSും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ശക്തിപ്പെട്ടു വരികയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി
ഈ കോഴിക്കോട് ജില്ല മാറിയിരിക്കുകയാണ്. ഇന്നലെ BJPയുടെ നേതാക്കന്മാരുമായി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ കോഴിക്കോട്ടൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. മന്ത്രി PK ജയലക്ഷ്മി വ്യാജ സത്യവാങ്മൂലം നൽകിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. CPIM പ്രവർത്തകർ വരൾച്ചാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവ പങ്ക് വഹിക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ശ്രീനാരായണ ഗുരു ഷോർട്ട് ഫിലിം കോടിയേരി പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. 5 വർഷത്തെ UDF ഭരണം ജനം മടുത്തെന്നും ഇടതുപക്ഷം വൻ ഭൂരിപക്ഷം നേടുമെന്നും യെച്ചൂരി നെടുമ്പാശ്ശേരിയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് സീതാറാം യെച്ചൂരി കേരളത്തിലെത്തിയത്. The reason is what we have seen for the last 5 years, something which was unknown or unexpected in Kerala, the degree of corruption, the lack of governance. All these have contributed to the fact that people want a change. They want proper people's development and they want good governance. How many seats? How many seats will you expect from Kerala? How many seats you expect? That you must tell me, people of Kerala. But we will form the government. UDFും BJPയും തമ്മിലുള്ള ഒത്തുകളിയാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് UDF. ഇരു കൂട്ടരും തമ്മിൽ പരസ്പര ധാരണയാണെന്നും യെച്ചൂരി ആരോപിച്ചു. പരവൂരിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം പരക്കെ വിമർശിക്കപ്പെട്ടപ്പോഴും മോഡിയെ അഭിനന്ദിക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തതെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി. The officers are saying that the PM's coming was actually a distraction. We don't know whether somehow lives could have been saved if that distraction was not there. But the Chief Minister's appreciation of the PM coming, knowing all this after the visit, that sounds very strange. So this is not a new thing, that match fixing between RSS and the BJP. The RSS and the Congress. We have seen it in the past. We have had specific constituencies that were targeted in the past, where the BJP was hoping to enter the assembly. It's very likely that some sort of a thing like that is happening now. That is what is most likely, match fixing. VSന് തെളിമയാർന്ന വിജയം സമ്മാനിക്കണമെന്ന് പിണറായി വിജയൻ. മലമ്പുഴയിൽ VSന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിൽ കേരളത്തിലാകെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി പൊതുസമൂഹത്തിലാകെ അദ്ദേഹത്തിനുള്ള അംഗീകാരവുമുണ്ട്. അതും മലമ്പുഴയിലുള്ള നിങ്ങൾക്ക് നല്ലതുപോലെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറ്റമറ്റ പ്രവർത്തനത്തിലൂടെ തെളിമയാർന്ന വിജയം അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി സഖാവ് VSന് സമ്മാനിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. കാണികളെയും തന്നെയും ഉമ്മൻചാണ്ടി ബോറടിപ്പിക്കരുതെന്ന് VS. ഗോഗ വിളിച്ച് ഗോദയ്ക്ക് ചുറ്റും മൂടിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയെന്നും കാണികളെ ഗോദയിൽ ഇറക്കിയുള്ള കളിയല്ല തെരഞ്ഞെടുപ്പെന്നും VS ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. തനിക്കെതിരെ കേസ് കൊടുത്ത ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് സരിതയ്ക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാകാത്തത് എന്ന് VS അച്യുതാനന്ദൻ. പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള ലൈംഗികാരോപണങ്ങൾ ഉണ്ടായിട്ടും ഉമ്മൻചാണ്ടി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടെന്നും VS ചോദിച്ചു. ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിക്കുകയാണ്, സരിത എസ് നായർ അവരോട് വാങ്ങിയിട്ടുള്ള കണക്കുകൾ നിരവധി സോളാർ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടുള്ള കണക്കുകൾ ഒന്നൊന്നായി വിവരിച്ചതിന് ശേഷം എന്നെ നിങ്ങൾ ഏതെല്ലാം തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അച്ഛനമ്മമാർ സ്ത്രീകൾ ഉൾക്കൊള്ളുന്ന ഒരു സമ്മേളനത്തിൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല.
അത് ലജ്ജാകരമാണ് എന്നുള്ളത് കൊണ്ട് മിസ്റ്റർ ഉമ്മൻചാണ്ടി ഞാനത് വിവരിക്കുന്നില്ല. പക്ഷേ എനിക്കെതിരെ കേസ് കൊടുത്ത ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് സരിതയ്ക്കെതിരായി കേസ് കൊടുക്കുവാൻ ധൈര്യം കാണിക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുകയാണ്. ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖരുടെ പത്രികകൾ സ്വീകരിച്ചു. വ്യാപക പരാതികൾക്കിടയിലാണ് പല പ്രമുഖരുടെയും പത്രികകൾ സ്വീകരിച്ചത്. സംസ്ഥാനത്ത് ആകെ സമർപ്പിച്ച 1647 നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് അതാത് വരണാധികാരികൾക്ക് മുന്നിൽ നടന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, മറ്റ് മന്ത്രിമാർ തുടങ്ങിയ പ്രമുഖരുടേതടക്കമുള്ള പത്രികകൾ സ്വീകരിച്ചു. വ്യാപക പരാതികൾക്കിടയിലാണ് പല പ്രമുഖരുടെയും പത്രികകൾ സ്വീകരിച്ചത്. ഉമ്മൻചാണ്ടിയുടെ പത്രിക സ്വീകരിച്ചതിനെതിരെ കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് LDF പരാതി നൽകും. പത്രിക സ്വീകരിച്ച വരണാധികാരിക്കെതിരെയും പരാതി നൽകും. പൂർവിക സ്വത്ത് സംബന്ധിച്ച് തെറ്റായ സത്യവാങ്മൂലം നൽകി എന്നതായിരുന്നു മുഖ്യമന്ത്രിക്കെതിരായ പരാതി. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയും വരണാധികാരി തള്ളി. K മുരളീധരനെതിരെ BJP നൽകിയ പരാതിയും KK ഷാജു, AP അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരെ LDF നൽകിയ പരാതികളും തള്ളി. KM ഷാജിയുടെ പത്രിക സ്വീകരിച്ചെങ്കിലും LDF പരാതി പിന്നീട് പരിഗണിക്കുമെന്ന് വരണാധികാരി അറിയിച്ചു. അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി എന്നിവിടങ്ങളിലെ UDF സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിച്ചതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കോടതിയെയും സമീപിക്കുമെന്ന് MV ജയരാജൻ പറഞ്ഞു. അപ്പോ ഈ 3 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം തെറ്റാണ്. അത് സ്വീകരിച്ചത് നിയമങ്ങൾക്ക് നിരക്കുന്നതല്ല. ഞങ്ങൾ ഈ കാര്യം നിയമ നടപടികൾ സ്വീകരിക്കുന്ന തീരുമാനത്തിലാണ്. ജുഡീഷ്യറിയെ സമീപിക്കും, ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കും. വിദ്യാഭ്യാസ യോഗ്യതയിലെ പിഴവ് സംബന്ധിച്ച് AP അബ്ദുള്ളക്കുട്ടിയിൽ നിന്നും വരണാധികാരി വിശദീകരണം തേടിയിരുന്നു. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട വിവരം മറച്ചുവെച്ചുവെന്ന പരാതിയെ തുടർന്ന് മമ്പറം ദിവാകരന്റെ പത്രിക ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിച്ചാണ് സ്വീകരിച്ചത്. KK ഷാജുവിന്റെ പത്രിക സ്വീകരിച്ചതിനെതിരെയും LDF കോടതിയെ സമീപിക്കും. അതേസമയം മന്ത്രി PK ജയലക്ഷ്മിക്കെതിരായ സബ് കളക്ടറുടെ റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകി. 2011 നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിദ്യാഭ്യാസ യോഗ്യത നൽകിയെന്നുള്ളതാണ് പരാതി. ഇത്തവണ സമർപ്പിച്ച പത്രിക പരാതികൾക്കിടയിലും സ്വീകരിച്ചു. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന ദിനമായ മെയ് 2 ശേഷമാകും ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗത്തെ സ്ഥാനാർത്ഥികളുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചെന്നിത്തലയ്ക്ക് പിന്നാലെ മന്ത്രി മുനീറിന്റെയും നിയമലംഘനം. ഹെൽമറ്റില്ലാതെ ബൈക്ക് ഓടിക്കുന്ന ആളുടെ പിന്നിലിരുന്ന് മുനീർ പ്രചാരണം നടത്തിയതാണ് വിവാദമാകുന്നത്. കോഴിക്കോട് തിരുവണ്ണൂരിലെ പ്രചാരണ പരിപാടിക്കിടെയാണ് മന്ത്രിയും സൌത്ത് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ MK മുനീർ ഹെൽമറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിച്ചയാളുടെ പിറകിലിരുന്ന് യാത്ര ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഒരു കേന്ദ്രത്തിൽ നിന്നും മറ്റൊരു സ്വീകരണ കേന്ദ്രത്തിലേക്കാണ് MK മുനീർ കാർ ഒഴിവാക്കി ബൈക്കിൽ പോയത്. നേരത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഹരിപ്പാട്ടെ പ്രചാരണത്തിനിടയിൽ ഹെൽമറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിച്ചയാളുടെ പിറകിലിരുന്ന് യാത്ര ചെയ്തത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ഒടുവിൽ പിഴയടച്ചാണ് സംഭവം ഒതുക്കി തീർത്തത്. ഇതിന് പിന്നാലെയാണ് മന്ത്രി MK മുനീറും നിയമലംഘനം നടത്തിയിരിക്കുന്നത്. നിയമം പാലിക്കേണ്ട മന്ത്രി തന്നെ നിയമം ലംഘിക്കുമ്പോൾ അധികൃതർ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. PV കുട്ടൻ, കോഴിക്കോട്. കൊല്ലം ചവറയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പന്മന, തേവലക്കര, കുരീപ്പുഴ തുരുത്ത് ഭാഗങ്ങളിൽ കുടിവെള്ളത്തിനു വേണ്ടിയുള്ള വീട്ടമ്മമാരുടെ പ്രതിഷേധം തെരുവിലെത്തി. മഴയ്ക്ക് വേണ്ടി കാത്തിരുന്ന വേഴാമ്പലിന്റെ കഥയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേസമയം ഒരിറ്റ് വെള്ളത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കുടുംബങ്ങളാണ് എന്റെ കൂടെയുള്ളത്. പന്മനയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങളും. ചവറ മണ്ഡലത്തിന്റെ ദുസ്ഥിതിയാണിത്. ചവറ പന്മന പഞ്ചായത്തിലാണ് കുടിവെള്ളമില്ലാതെ നാട്ടുകാർ നെട്ടോട്ടമോടുന്നത്. കഴിഞ്ഞ 3 മാസമായി ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. MLA പറഞ്ഞിട്ടുണ്ട്, ഒന്ന് എത്തി നോക്കിയിട്ടില്ല ഞങ്ങളുടെ ദുരിതത്തിലോട്ട്. വികസനം എന്ന് പറയുന്നത് അവിടെ ഇവിടെ ബിൽഡിംഗ് ചെയ്തതുകൊണ്ടുള്ള വികസനമാകുന്നില്ല. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് കുടിവെള്ളം, അടിസ്ഥാന വികസനം അതെവിടെ നടന്നിട്ടുണ്ട്? ഉണ്ടെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ വരത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞു മക്കൾക്ക് പാല് കാച്ചു കൊടുക്കാൻ പോലും ഒരു തുള്ളി വെള്ളമില്ല. ഞങ്ങൾക്ക് വെള്ളം കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ പോകത്തുള്ളൂ. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിഹാരമല്ല. ഇതുകൊണ്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ മുതൽ ഒരൊറ്റ വണ്ടി റോഡിൽ കൂടെ ഓടത്തില്ല. ഞങ്ങൾ കുടിവെള്ളം മാത്രം മതി. അത് ഇലക്ഷനാണ് ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല. കാവനാട് തുരുത്തിലും വെള്ളം എത്തിയിട്ട് 3 മാസമായി. സ്ഥലം MLA ഷിബു ബേബി ജോണിന് പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതിനെ തുടർന്ന് സഹികെട്ട തുരുത്ത് നിവാസികൾ കാവനാട് പമ്പ് ഹൌസ് മണിക്കൂറുകളോളം ഉപരോധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറ മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുകയാണ് കുടിവെള്ള പ്രശ്നം. ചവറയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.
വെള്ളറട വില്ലേജ് ഓഫീസിൽ ആക്രമണം നടത്തിയ പ്രതി പിടിയിൽ. വെള്ളറട സ്വദേശി സാംകുട്ടിയാണ് അടൂരിൽ വെച്ച് പിടിയിലായത്. ഭൂമി പോക്കുവരവ് ചെയ്തു കൊടുക്കാത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം വെള്ളറട വില്ലേജ് ഓഫീസിന് തീയിട്ട സംഭവത്തിൽ വെള്ളറട സ്വദേശിയായ സാംകുട്ടിയെയാണ് പോലീസ് പിടികൂടിയത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ പത്തനംതിട്ട അടൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ടാപ്പിംഗ് തൊഴിലാളിയായ സാംകുട്ടി തന്റെ 18 സെന്റ് ഭൂമിയുടെ പോക്കുവരവ് ചെയ്യുന്നതിനു വേണ്ടി 3 വർഷമായി നിരവധി തവണ വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങിയിരുന്നു. എന്നിട്ടും നടപടിയെടുക്കാൻ വില്ലേജ് ഓഫീസർ തയ്യാറാകാത്തതിലുള്ള വൈരാഗ്യമാണ് പ്രതിയെ ഓഫീസിന് തീയിടാൻ പ്രേരിപ്പിച്ചത്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പ്രതി വെള്ളറട വില്ലേജ് ഓഫീസിലെത്തി തീയിട്ടത്. ഹെൽമറ്റ് ധരിച്ചെത്തിയ ഇയാൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനത്തിൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റിരുന്നു. മുഖത്ത് ഗുരുതരമായി പൊള്ളലേറ്റ വില്ലേജ് അസിസ്റ്റന്റ് വേണുഗോപാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വില്ലേജ് ഓഫീസിലെ കമ്പ്യൂട്ടറുകളും ഫയലുകളും രേഖകളുമെല്ലാം തീപിടുത്തത്തിൽ കത്തി നശിച്ചിരുന്നു. ആക്രമണത്തിന് ശേഷം തമിഴ്നാട് ഭാഗത്തേക്ക് പ്രതി ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിലെ മത്സ്യലഭ്യതയിൽ വൻ കുറവ്. 2014 മൊത്തം ലഭ്യത 5.76 ലക്ഷം ടൺ ആയിരുന്നത് 2015 4.82 ലക്ഷം ടണ്ണായാണ് കുറഞ്ഞത്. 16% കുറവുണ്ടായതായാണ് കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ കേന്ദ്രത്തിന്റെ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. മത്തിയുടെ ലഭ്യതയിലുണ്ടായ കുറവ് മത്സ്യമേഖലയ്ക്ക് ഭീഷണി ഉയർത്തുന്നതാണെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ കൊച്ചിയിൽ അറിയിച്ചു. വടക്കൻ ജില്ലകളിൽ കൊടും ചൂട് തുടരുമ്പോൾ തലസ്ഥാനത്തിന് ആശ്വാസമായി വേനൽമഴ. വൈകിട്ട് 4 മണിയോടെയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴ പെയ്തത്. ചൂടിന് ശമനമായി എത്തിയ മഴ അരമണിക്കൂറോളം നീണ്ടുനിന്നു. അതേസമയം മെയ് ആദ്യവാരത്തിലെ വേനൽമഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. UDFന്റെ വിജയത്തിൽ ആത്മവിശ്വാസമില്ലാതെ എ കെ ആന്റണി. തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണെന്ന് ആന്റണി പറഞ്ഞു. സത്യം പറയാൻ മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നതെന്നും ആന്റണി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് മുഖാമുഖത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.